വലിയ തട്ടിപ്പിന്റെ ചുരുളഴിയുന്നു. അതിനൊപ്പം അനന്തുകൃഷ്ണൻ എന്ന പേരും മാധ്യമങ്ങളിൽ നിറയുന്നു. ആരാണ് അനന്തുകൃഷ്ണൻ? സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഭാരത് സേവക് സമാജുമായി ബന്ധപ്പെട്ടാണ് ആരംഭത്തിൽ അനന്തുകൃഷ്ണന്റെ പ്രവർത്തനങ്ങൾ. പിന്നീട് ഡോക്ടർ കലാം യൂത്ത് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയ്ക്ക് തുടക്കം കുറിച്ചു. സാമൂഹിക സേവനത്തിലൂടെയും കാർഷിക മേഖലയ്ക്കുള്ളിൽ പ്രധാനമായും ഫണ്ട് ലഭ്യമാകുന്ന പദ്ധതികളെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ മുൻ സഹപ്രവർത്തകർ വെളിപ്പെടുത്തുന്നു. ഇംഗ്ലീഷ് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്തിരുന്ന അനന്തു പുറത്തുള്ള രാഷ്ട്രീയ നേതാക്കളുമായും അടുത്ത് സൗഹൃദം പുലർത്തിയിരുന്നു. ഇതിനിടെ ചെറുതും വലുതുമായ നിരവധി സാമ്പത്തിക അട്ടിമറികൾ അനന്തു നടത്തിയിരുന്നു. ഫുട്ബോൾ താരത്തിന് വണ്ടിച്ചെക്ക് നൽകിയെന്നുള്ള കേസ് ചർച്ചയ്ക്കിടയാക്കിയ സംഭവമാണ്. ഈ പണം പിന്നീട് കൊടുത്തു തീർക്കുകയായിരുന്നു. തൊടുപുഴയിലുള്ള ഒരു അഡ്വക്കേറ്റിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിയ ശേഷം തിരികെ നൽകാത്തതിന് അറസ്റ്റിലായി ഈ പറയുന്ന അനന്തു റിമാൻഡിലായിട്ടുണ്ട്. പിന്നീട് കേസ് ഒത്തുതീർപ്പാക്കിയാണ് ഇയാൾ അതിൽ നിന്നും ഊരിപ്പോന്നത്. എന്ത് പറ്റിപ്പും വെട്ടിപ്പുമാണെങ്കിലും എല്ലാ തട്ടിപ്പുകാർക്കും ഒരു തുടക്കമുണ്ടാകുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അനന്തുവിനുമുണ്ട് ഒരു തുടക്കം. കൂൺ കൃഷിയിലൂടെയാണ് അനന്തു എല്ലാറ്റിനും ആരംഭം കുറിക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം കൂൺ കൃഷിയെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടാണ് അനന്തു പൊതുരംഗത്തേക്ക് കടന്നുവരുന്നത്. കോട്ടയത്തുള്ള മുൻ വനിതാ കമ്മീഷൻ അംഗത്തിൽ നിന്നും കൂൺ കൃഷിയെക്കുറിച്ച് പഠിപ്പിച്ചും സഹായിച്ചും അവരുമായി സൗഹൃദത്തിലായി. പിന്നീട് BJP പ്രവർത്തകരുമായി ഇയാൾ കൂടുതൽ അടുത്തു. BJP സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ഗീതാകുമാരിയിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങിയ കേസിൽ ഇദ്ദേഹം പ്രതിയാണ്. കോട്ടമലയിലെ തേയിലത്തോട്ടം വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഗീതാകുമാരി ഇയാൾക്കെതിരെ ചെക്ക് കേസ് നൽകിയത്. ഈ കേസിനു വേണ്ടി അനന്തുവിനു വേണ്ടി കോടതിയിൽ ഹാജരായത് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് ആയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അനന്തു ആദ്യമായി തട്ടിപ്പുകൾക്ക് ആരംഭം കുറിക്കുന്നത് 2022 മുതലായിരുന്നു. CSR ഫണ്ടിന്റെ മറവിലായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയത്. 1.25 ലക്ഷം രൂപ വില വരുന്ന സ്കൂട്ടർ സ്ത്രീകൾക്ക് 60,000 രൂപയ്ക്ക് നൽകുമെന്നായിരുന്നു വാഗ്ദാനം. 60,000 രൂപ വില വരുന്ന സ്കൂട്ടറുകൾ 30,000 രൂപയ്ക്കും ഇയാൾ നൽകിയിരുന്നു. ഇത്തരത്തിൽ പണം നേടിയ ഒട്ടേറെ ഇടനിലക്കാരുണ്ട്. ഇതേ രീതിയിൽ തയ്യൽ മെഷീൻ, ഗൃഹോപകരണങ്ങൾ, രാസവളം എന്നിവയും പിന്നാലെ നൽകി. സ്വന്തമായി ഒന്നിലധികം കൺസൾട്ടൻസി രൂപീകരിച്ചാണ് ഇടപാടുകൾ നടത്തിയത്. തട്ടിപ്പിനായി സോഷ്യൽ ബി വെഞ്ചേഴ്സ് തൊടുപുഴ, സോഷ്യൽ ബി വെഞ്ചേഴ്സ് ഈയാട്ടുമുക്ക് എറണാകുളം, പ്രൊഫഷണൽ സർവീസ് ഇന്നൊവേഷൻ കളമശ്ശേരി, ഗ്രാസ് റൂട്ട് ഇന്നൊവേഷൻ കളമശ്ശേരി തുടങ്ങിയ പേരുകളിൽ കമ്പനി അക്കൗണ്ടുകൾ തുടങ്ങി. ഇതെല്ലാത്തിന്റെയും മേൽനോട്ടം വഹിച്ചത് അനന്തു തന്നെയാണ്. സ്വന്തം നാടായ തൊടുപുഴ, കുടയത്തൂർ, കോളപ്രയിൽ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് കുറച്ചു കാലങ്ങൾക്കിടയിൽ തന്നെ അനന്തു സ്വരുക്കൂട്ടിയത്. അനന്തുവിന്റെ വീടിനടുത്തുള്ള മുട്ടത്തും 7ാം മൈലിലും ശങ്കരപ്പിള്ളിയിലും പാലായിലും ഭൂമി വാങ്ങാൻ കരാർ എഴുതിയിരുന്നതായാണ് വിവരം. പലതരത്തിലുള്ള ആഡംബര വാഹനങ്ങളും ഇയാൾ വാങ്ങിക്കൂട്ടി. സ്വന്തമായി ഫുട്ബോൾ ടർഫ് നിർമ്മിക്കാനും പ്ലാനിട്ടിരുന്നു. ഒരു കമ്പനിയിൽ നിന്നും അനന്തുവിന് CSR ഫണ്ട് ലഭ്യമായിട്ടില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ആദ്യമാദ്യം പണം അടയ്ക്കുന്നവർക്ക് പിന്നീടുള്ളവരുടെ പണം ഉപയോഗിച്ച് വാഹനങ്ങൾ വാങ്ങി നൽകുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. വാഹനങ്ങൾ നൽകുന്നതിന് ഏജൻസികളുമായി കരാറും വെച്ചിരുന്നു. ഈ ഏജൻസികൾക്കും അനന്തു പണം നൽകാനുണ്ട്. മുൻപും തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അനന്തു അറസ്റ്റിലായിട്ടുണ്ട്. അടിമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ റിമാൻഡിലായിരുന്നു. മുൻപ് 4 ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് കണ്ടുകെട്ടിയിട്ടുമുണ്ട്.